നമസ്കാരം. തൃപ്പൂണിത്തുറ നിയമസഭാ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് MLA കെ ബാബുവിനെതിരെ CPM സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന് ഉച്ചയ്ക്ക് 2-നാണ് കോടതി വിധി പറയുക. വിധി സ്വരാജിന് അനുകൂലമായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് UDF നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അത്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ കെ ബാബു വോട്ട് പിടിച്ചെന്നും 2021 തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു M സ്വരാജ് നേരത്തെ ഹൈക്കോടതി സമീപിച്ചത്. ഫലം വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു സ്വരാജിന്റെ ഈ നീക്കം. ശബരിമല വിഷയം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മണ്ഡലത്തിൽ കെ ബാബു പ്രചരണം നടത്തിയെന്നായിരുന്നു സ്വരാജ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. അയ്യപ്പൻ ഒരു വോട്ട് എന്ന അച്ചടിച്ച തിരഞ്ഞെടുപ്പ് സ്ലിപ്പുകൾ കെ ബാബുവിന് വേണ്ടി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടിരുന്നുവെന്നും ചുവരെഴുത്തുകളിലും അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചിരുന്നതായും ഹർജിയിൽ പറയുന്നു. പ്രചാരണ സാമഗ്രികളുടെ ചിത്രങ്ങളടക്കം തെളിവായി സ്വരാജ് കോടതി സമർപ്പിച്ചു. തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അയ്യപ്പന് ദൈവകോപം ഉണ്ടാകുമെന്നും തന്റെ പരാജയം അയ്യപ്പന്റെ പരാജയമാണെന്നും പറഞ്ഞ് കെ ബാബു വോട്ടർമാരെ ഭയപ്പെടുത്തിയെന്നും ഹർജിയിൽ സ്വരാജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനിടെ കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാബു കോടതി സമീപിച്ചു. എന്നാൽ ബാബുവിന്റെ തടസ്സവാദം തള്ളിയ ഹൈക്കോടതി കേസ് നിലനിൽക്കുമെന്ന് അറിയിച്ചു. ഇതോടെ കെ ബാബു ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. സുപ്രീം കോടതിയും സ്വരാജിന് അനുകൂലമായിട്ടായിരുന്നു വിധി പറഞ്ഞത്. ബാബുവിനെതിരായ തെരഞ്ഞെടുപ്പ് ഹർജിയിൽ ഹൈക്കോടതി നടപടികൾ തുടരാൻ സുപ്രീം കോടതി അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വാദത്തിനൊടുവിലാണ് ഇന്ന് കേസിൽ ഹൈക്കോടതി വിധി പറയാനൊരുങ്ങുന്നത്. 2021 ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു തൃപ്പൂണിത്തുറ. 992 വോട്ടുകൾക്കായിരുന്നു കെ ബാബുവിനോട് സിറ്റിംഗ് MLA കൂടിയായ M സ്വരാജ് തോറ്റത്. 62,697 വോട്ടുകളാണ് സ്വരാജിന് ലഭിച്ചത്. 58,230 വോട്ട് കെ ബാബുവിന് ലഭിച്ചു. BJPക്ക് 29,843 വോട്ടുകളും. ശബരിമല വിഷയത്തിൽ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്തെന്ന ആരോപണങ്ങളടക്കം ഉയർത്തിക്കാട്ടിയായിരുന്നു M സ്വരാജിന്റെ ഹർജി. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയല്ലെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ രേഖയാണ് സ്വരാജ് കോടതിയിൽ സമർപ്പിച്ചതുമെന്നാണ് കെ ബാബുവിന്റെ വാദം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന തൃപ്പൂണിത്തുറയിൽ 992 വോട്ടുകൾക്കാണ് സ്വരാജിനെതിരെ കെ ബാബു വിജയിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉയർത്തി അയ്യപ്പനെ മുൻനിർത്തിയാണ് കെ ബാബു പ്രചരണം നയിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ സ്വരാജ് ഹൈക്കോടതിയിലെത്തിയത്. മതത്തെ ഉപയോഗിച്ച് പ്രചരണം നടത്തിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്നായിരുന്നു വാദം. പ്രചരണ സാമഗ്രികളുടെ ചിത്രങ്ങളടക്കം തെളിവായി കോടതി സമർപ്പിച്ചു. കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ബാബുവും കോടതിയിലെത്തി. ഹർജി പരിഗണിച്ച കോടതി ബാബുവിന്റെ തടസ്സവാദം തള്ളി സ്വരാജ് നൽകിയ കേസ് നിലനിൽക്കുന്നെന്നും വ്യക്തമാക്കിയിരുന്നു. നന്ദി.